നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ, ഇമോഷണൽ വെൽനസ് ലൈഫ് കോച്ചും പ്രൊഫഷണൽ കൗൺസിലറുമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ്, എങ്ങനെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മളിൽ പലരും എപ്പോഴും പറയുന്നൊരു പരാതിയുണ്ടല്ലേ, എനിക്കൊന്നിനും ഒരു ഊർജ്ജമില്ല, എപ്പോഴും വല്ലാത്ത തളർച്ചയാണെന്ന്. എന്നാൽ സത്യത്തിൽ നമുക്ക് ഊർജ്ജമില്ലാത്തതല്ല പ്രശ്നം. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഊർജ്ജം പല വഴികളിലൂടെ ചോർന്നു പോകുന്നതാണ് പ്രശ്നം. അതാണ് എനർജി ലീക്കേജ്. ഇത് എങ്ങനെ നിർത്താമെന്ന് നമുക്ക് നോക്കാം. എനർജി എങ്ങനെയൊക്കെയാണ് നമുക്ക് ലീക്ക് ചെയ്ത് പോകുന്നത്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയാമോ? നിങ്ങളുടെ ഊർജ്ജം അനാവശ്യമായിട്ട് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഈ ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാം. എപ്പോഴും ഒരു തളർച്ച അനുഭവപ്പെടുക, മറ്റുള്ളവരോട് സംസാരിച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു ക്ഷീണം പോലെ, എനർജി ഡ്രെയിനായിട്ട് തോന്നുക, സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുമ്പോഴോ വിശ്രമിക്കുമ്പോഴോ പോലും മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും ലഭിക്കാത്തൊരു അവസ്ഥ. ഈ 3 ലക്ഷണങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എവിടെയാണ് ഊർജം നഷ്ടപ്പെടുന്നത്? നമ്മൾ സ്വയം ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് ഊർജം നഷ്ടപ്പെട്ടു പോകുന്നത്, അതായത് ചോർന്നു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. ഒന്നാമത്തേത് ഓവർ തിങ്കിങ് ആണ്, അമിത ചിന്ത. എല്ലാവർക്കും ഉള്ള കാര്യമായിരിക്കും അല്ലേ? കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ചിട്ട് ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് അനാവശ്യമായിട്ടുള്ള 100 കണക്കിന് വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒരു ചിന്താക്കുഴപ്പത്തിൽ, അതായത് ഒരു ലൂപ്പിലെത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരാൻ കഴിയാത്ത വിധം നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്? നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിക്കുന്നു അല്ലേ? പക്ഷേ ഒരൊറ്റ ചിന്ത മതി നമ്മൾ എവിടേക്കോ എത്തിപ്പോകാൻ. തിരിച്ചു വരാൻ വലിയ പ്രയാസമായിരിക്കും. പിന്നീട് അതൊരു ലൂപ്പായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നീട് വരുന്നൊരു കാര്യമാണ് രണ്ടാമത്തേത്, ഭാവിയിലെ ആശങ്കകൾ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പ്രശ്നം. നമ്മളെപ്പോഴും ഒരുപാട് ചിന്തിക്കുമല്ലേ, ഭാവിയെക്കുറിച്ചിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് നമ്മളൊരുപാട് ആകുലപ്പെടും. ഇങ്ങനെ ആകുലപ്പെടുന്നതിലൂടെ വർത്തമാനകാലത്തെ, അതായത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിലെ നമ്മുടെ എനർജി, നമ്മുടെ പവർ, നമ്മുടെ സന്തോഷം നാം അറിയാതെ തന്നെ നഷ്ടപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ കാര്യമാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ ചുമന്നു കൊണ്ടുപോവുക. അതായത് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന ചിന്ത, എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്ന ചിന്തയോടുകൂടി നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും വികാരങ്ങളും ഒക്കെ സ്വന്തം തലയിലേറ്റാറുണ്ടല്ലേ? ഞാനും ചെയ്യാറുണ്ടായിരുന്നു. ക്യാരിയിങ് അതേഴ്സ് ഫീലിംഗ്. നമ്മൾ മാനസികമായിട്ട് ഇത് തളർത്തും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പെടണ്ട എന്നാണോ? അല്ല, നമ്മളെല്ലാവരുടെ അടുത്തും ഇടപെടേണ്ടതാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് അല്ലേ? പക്ഷേ നമ്മളെല്ലാവരെയും പ്രസാദിപ്പിക്കണം, എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഊർജം നഷ്ടപ്പെട്ടു, ഇനി അതെങ്ങനെ തിരിച്ചു പിടിക്കാമെന്നതിനെക്കുറിച്ചിട്ട് ആലോചിക്കണ്ടേ? നഷ്ടപ്പെട്ട ഊർജം തിരിച്ചു പിടിക്കാൻ ഈ 3 ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു തുടങ്ങുക ഇപ്പോൾ തന്നെ കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ ആരുടെയെങ്കിലും പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണോ? അതായത് എക്സ്പെക്റ്റേഷൻസ്. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാൻ, സമൂഹത്തിനെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറെ, എന്തോ ആയിക്കോട്ടെ, അങ്ങനെ ആരുടെയെങ്കിലും പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ജീവിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. രണ്ടാമത്തെ ചോദ്യമാണ്, ഈ ചിന്ത ഇപ്പോൾ എനിക്ക് അത്യാവശ്യമുള്ളതാണോ? അല്ലെങ്കിൽ എന്തിനാണ് ഞാനിതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത്? സ്വയം ചോദിച്ചു നോക്കുക. ശരിക്കും ഞാനിപ്പോൾ ചിന്തിക്കുന്ന കാര്യം എനിക്ക് ആവശ്യമുള്ളതാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ ഒന്ന് എഴുതി നോക്കുക, മനസ്സിൽ വരുന്ന ചിന്തകൾ എഴുതി നോക്കുക. എനിക്ക് എപ്പോൾ ആവശ്യമുള്ളതാണോ എന്ന് ചിന്തിക്കുക. മൂന്നാമത്തേത്, എന്തുകൊണ്ടാണ് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്തത്? സെൽഫ് കൺട്രോൾ എന്തുകൊണ്ടാണ് ലഭിക്കാത്തത്? ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് നിങ്ങൾ എഴുതി നോക്കുന്നതായിരിക്കും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ തലയിൽ വരുമ്പോൾ നമുക്കെല്ലാം കൂടി കൺഫ്യൂഷനാവും. അപ്പോൾ എഴുതി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ കാര്യത്തിനും ക്ലാരിറ്റി ലഭിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെയുള്ളൊരു ബെസ്റ്റ് മെത്തേഡാണ് ഞാനിനി പറയാൻ പോകുന്നത്. എനർജി തിരിച്ചു പിടിക്കുന്ന പ്രോസസ്സ്. ഒന്നുകിൽ എഴുതാം അല്ലെങ്കിൽ പറയാം. അതായത് എൻ്റെ എനർജി
ഞാൻ എല്ലാത്തിൽ നിന്നും തിരിച്ചെടുക്കുന്നു. എൻ്റെ ശ്രദ്ധ ഞാൻ എന്നിലേക്ക് തന്നെ തിരിച്ചു കൊണ്ട് വരുന്നു എന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക അല്ലെങ്കിൽ പറയുക. ശേഷം ഡീപ് ബ്രീത്തിങ് ചെയ്യുക. എന്നിട്ടൊന്ന് ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മൾ പതിയെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് അറിയാൻ സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കുക. എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രം തരുന്ന ആൾക്കാരുടെ അടുത്ത് കൂടുതൽ ഇടപെടാതിരിക്കുക. എപ്പോഴും നമ്മൾ ചെലവിടുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന അത് മൂവീസ് ആണെങ്കിലും എന്താണെങ്കിലും സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം നമുക്ക് ഊർജം പകരുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കൂടാതെ കമ്പാരിസൺ എപ്പോഴും നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യും. ഇടയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹോബിയിലേക്ക് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതൊക്കെ എനർജി തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തൊക്കെയാണ് എനർജി നഷ്ടപ്പെടുത്തുന്നതെന്നും തിരിച്ചു കൊണ്ടുവരുന്നതെന്നും. ഇങ്ങനെ നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നത് വഴി എനർജി നഷ്ടപ്പെടാതെ ഇരിക്കാൻ സാധിക്കും. സെയിം ലൂപ്പ് ആവർത്തിക്കുന്നത് തടയാൻ സാധിക്കും. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്കൊരു ലൈഫ് കോച്ചിങ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് എന്നെ അറിയിക്കുക. താങ്ക് യു.